Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. റുവാണ്ട പദ്ധതിയിൽ രക്ഷപ്പെടാൻ അയർലൻഡിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ UK മടക്കി അയച്ച ഗാർഡ. UK നിന്നും അനധികൃതമായി അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച 50 പേരെ അയർലൻഡിലെ പോലീസ് സേനയായ ഗാർഡ ഇടപെട്ട് മടക്കി അയച്ചു. മടങ്ങിപ്പോകുവാൻ ഇവർ വിസമ്മതിച്ചെങ്കിലും 4 ദിവസം നീണ്ട ഓപ്പറേഷനിലൂടെ ഇവരെ UK തന്നെ പറഞ്ഞുവിട്ടതായി ഗാർഡ അറിയിച്ചു. UK റുവാണ്ട പദ്ധതിയെ ഭയന്നാണ് അനധികൃത കുടിയേറ്റക്കാർ UK അംഗരാജ്യമായ വടക്കൻ അയർലൻഡ് വഴി അയൽരാജ്യമായ അയർലൻഡിലേക്ക് അതിർത്തി കടക്കുന്നു. നിരവധി അനധികൃത കുടിയേറ്റങ്ങൾ അയർലൻഡിൽ എത്തുന്നുവെന്ന വാദത്തെ ശരിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UK അനധികൃതമായി താമസിക്കുന്നവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയുമായി ഉണ്ടാക്കിയ ഒരു പ്രത്യേക ധാരണ പ്രകാരം അവിടേക്ക് കയറ്റിവിടുന്ന പദ്ധതിയാണ് റുവാണ്ട പദ്ധതി. 2023 അവസാനം മുതൽ അനധികൃത കുടിയേറ്റക്കാർ അയർലൻഡിലേക്ക് കടക്കുന്നത് തടയാൻ ഗാർഡ പ്രത്യേക ഓപ്പറേഷനുകൾ നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മതിയായ രേഖകളില്ലാതെ അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച 50 കുടിയേറ്റക്കാരെ തടഞ്ഞതും മടക്കി അയച്ചതും. ഡബ്ലിൻ പോർട്ടിൽ നിന്നും ഫെറി വഴി UK ഹോളിഹെഡ്, ബെൽഫാസ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് കുടിയേറ്റക്കാരെ മടക്കി അയച്ചത്. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ തടയാനായി അതിർത്തിയിൽ ഗാർഡ തുടർന്നും നിലയുറപ്പിക്കുമെന്നും തുടർച്ചയായി ഇമിഗ്രേഷൻ പരിശോധനകൾ നടത്തുമെന്നും ഗാർഡ അധികൃതർ അറിയിച്ചു. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവും പ്രവാസി തൊഴിലാളികളുടെ നിയമനവും നിയന്ത്രിക്കും. പുതിയ നീക്കവുമായി ഡച്ച് സർക്കാർ. നെതർലൻഡ്സിൽ പുതുതായി അധികാരത്തിൽ വന്ന സർക്കാർ കുടിയേറ്റ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ ഒരുങ്ങുകയാണ്. ഗീറ്റ് വൈൽഡേഴ്സിന്റെ പാർട്ടിയാണ് പുതിയ സർക്കാരിന് നേതൃത്വം നൽകുന്നത്. യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നിയമങ്ങളിൽ നിന്ന് പിൻവാങ്ങാനും കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഡച്ച് യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം നിയന്ത്രിക്കുവാനും വിദേശ തൊഴിലാളികളുടെ നിയമനം കർശനമാക്കുവാനുമുള്ള നടപടികളും സർക്കാർ പരിഗണിക്കുകയാണ്. ഈ നയങ്ങൾ നെതർലൻഡ്സിലേക്കുള്ള കുടിയേറ്റം ഗണ്യമായി കുറയ്ക്കുമെന്നും രാജ്യത്ത് താമസിക്കുന്ന വിദേശ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. UK നിന്ന് കെയർ ഹോം ജോലിക്കാർ നാട്ടിലേക്ക്. UK ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ ഇടിവ്. ഹെൽത്ത് കെയർ വിസയിൽ കുടുംബാംഗങ്ങളെ കൂടെ കൂട്ടാനാകാത്ത വിധമുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ പുതിയ നിയമ ഭേദഗതി ഇന്ത്യൻ കെയർ വർക്കർമാർക്ക് തിരിച്ചടിയായി. UK ഹോം ഓഫീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആരോഗ്യ പ്രവർത്തകരുടെ വിസ അപേക്ഷകളിൽ 76% കുറവും ഫാമിലി ഡിപ്പെൻഡൻസിന്റെ എണ്ണത്തിൽ 58% കുറവും ഉണ്ടായിട്ടുണ്ട്. 2023 ഏറ്റവും കൂടുതൽ ഹെൽത്ത് ആൻഡ് കെയർ വിസ ലഭിച്ചിരുന്നത് ഇന്ത്യൻ പൗരന്മാർക്കായിരുന്നു. ഇതിനൊപ്പം UK നിലവിൽ കുടുംബവുമൊത്ത് കഴിയുന്ന നിരവധി ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകർ ഡീപ്പോർട്ട് നടപടി നേരിടുകയാണെന്ന് PTI റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ വിസ നിയമങ്ങൾക്കനുസരിച്ച് പുതിയ ജോലികൾ കണ്ടെത്താൻ കഴിയാത്തതാണ് പലർക്കും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സ്ഥിതി ഒരുക്കിയിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ഇത്തരക്കാർ ഡീപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്മാർട്ട് ഫോണുകൾ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. സ്മാർട്ട് ഫോണില്ലാതെ ജീവിക്കുവാൻ പറ്റാത്ത സ്ഥിതി എന്നതാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത. എന്നാൽ കുട്ടികളെ ഇത്തരം ഫോണുകളുടെ ഉപയോഗം സാരമായി ബാധിക്കാറുമുണ്ട്. ഇത് ശരിവെക്കുന്ന തെളിവുകളാണ് UK MP-മാരുടെ സംഘത്തിന്റെ റിപ്പോർട്ടുകളിൽ ഉള്ളത്. ഇതോടെ 16 വയസ്സിൽ താഴെ പ്രായമുള്ളവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും വിലക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. UK പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലുടൻ ഇതിനായി നിയമനിർമ്മാണം നടത്തപ്പെട്ടേക്കും. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇത് UK എഡ്യൂക്കേഷൻ സെലക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. BBC വാർത്തയിൽ ഇത് വന്നതുമാണ്. സ്കൂളുകളിൽ ഫോൺ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഈ വർഷം ആദ്യം നടപ്പിലാക്കപ്പെട്ട സർക്കാർ നിർദ്ദേശം വലിയ ചർച്ചയായിരുന്നു. ഇംഗ്ലണ്ടിൽ ഇത്തരം നടപടികൾ കൂടുതൽ കടുപ്പിക്കുവാനാണ് ഇനി സാധ്യത. ഇനി നാട്ടിലെ വാർത്തകൾ. ഇടക്കാല ജാമ്യം നീട്ടണം. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം തള്ളി. ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണമെന്ന് കാണിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന അപേക്ഷ സുപ്രീം കോടതി തള്ളി. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ജൂൺ 1 വരെയാണ് ജാമ്യം അനുവദിച്ചത്. ജൂൺ 2 അദ്ദേഹത്തിന് തിഹാർ ജയിലിൽ തിരികെ പ്രവേശിക്കണം. ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കൈമാറുമെന്നും ഇക്കാര്യത്തിൽ എപ്പോൾ വാദം കേൾക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് JK മഹേശ്വരി, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർണായക യോഗം മാറ്റി, കാരണം പറയാതെ കേന്ദ്രം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട നിർണായക യോഗം മാറ്റി. ഡൽഹിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിളിച്ച യോഗമാണ് മാറ്റിയത്. ഇതിന്റെ കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരളത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയതിനിടെയാണ് യോഗം തീരുമാനിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് യോഗം മാറ്റിവെച്ച വിവരം അറിയിക്കുന്നത്. യോഗം മാറ്റിവെച്ചിരിക്കുന്നു എന്ന ഇമെയിൽ സന്ദേശം മാത്രമാണ് ലഭിച്ചത്. കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല.
കഴിഞ്ഞ 3 മാസത്തിനിടെ SMS വഴി 10,000-ലേറെ തട്ടിപ്പ് സന്ദേശങ്ങൾ അയച്ച സംഭവത്തിൽ കേന്ദ്ര ടെലികോം വകുപ്പിന്റെ നടപടി. മാർക്കറ്റിംഗ് ആവശ്യത്തിന് മെസ്സേജുകൾ അയക്കാനായി 8 സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരുന്ന 73 SMS ഹെഡറുകൾ വിലക്കു പട്ടികയിൽപ്പെടുത്തി. ഈ സ്ഥാപനങ്ങൾക്ക് ഒരു ടെലികോം ശൃംഖല വഴിയും ഇനി SMS അയക്കുവാൻ സാധിക്കില്ല. നിയന്ത്രണ തോതിൽ പരസ്യ SMS അയക്കുവാനുള്ള അനുമതിയാണ് SMS ഹെഡർ. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇതിന് അനുമതിയുള്ളത്. ഇവരുടെ SMS മൊബൈൽ നമ്പറുകളിൽ നിന്നായിരിക്കില്ല, പകരം XY ABCD EF എന്ന ഫോർമാറ്റിലായിരിക്കും വരിക. ഇനി കായിക വാർത്തകൾ. IPL കഴിഞ്ഞു മടങ്ങിയെത്തുന്ന താരങ്ങൾ ടീമിനൊപ്പം ചേരാൻ വൈകുന്നത് മൂലം 2020 ലോകകപ്പിന് മുൻപുള്ള സന്നാഹ മത്സരങ്ങൾ കളിക്കുവാൻ ഓസ്ട്രേലിയൻ ടീമിൽ ആളില്ല. നിലവിൽ 9 താരങ്ങളുമായി 2 സന്നാഹ മത്സരങ്ങൾ കളിക്കേണ്ട അവസ്ഥയിലാണ് ഓസീസ് ടീം. ഫീൽഡിംഗിൽ സപ്പോർട്ട് സ്റ്റാഫിനെ ഇറക്കി കളിക്കുവാനാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. മുൻ രാജ്യാന്തര താരങ്ങളായ ആൻഡ്രൂ മക്ഡൊണാൾഡ്, ബ്രാഡ് ഹോച്ച്, ജോർജ് ബെയ്ലി തുടങ്ങിയവരാണ് സപ്പോർട്ട് സ്റ്റാഫിലുള്ളത്. IPL ഫൈനൽ കളിച്ച കൊൽക്കത്ത, ഹൈദരാബാദ് ടീമുകളിലായി മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമിൻസ്, ട്രാവിസ് ഹെഡ് എന്നിവരും ബംഗളൂരു ടീമിലെ ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ എന്നിവരും ഈ ആഴ്ച അവസാനത്തോടെ ടീമിനൊപ്പം ചേരൂ. ലക്നൌ സൂപ്പർ ജയൻസ് താരമായിരുന്ന മാർച്ചും എത്താൻ വൈകും. നാളെ നമീബയ്ക്കെതിരെയും വെള്ളിയാഴ്ച വെസ്റ്റ് ഇൻഡീസിനെതിരെയുമാണ് ഓസ്ട്രേലിയയുടെ സന്നാഹ മത്സരം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.43 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.